തൃശൂർ പുതുക്കാട് ടച്ചിങ്സിന്റെ പേരിൽ ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. എരുമപ്പെട്ടി സ്വദേശിയായ ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ആമ്പല്ലൂർ സ്വദേശി സിജോ കസ്റ്റഡിയിലായിട്ടുണ്ട്. ലിഷോ ചേർന്നു വിശദവിവരങ്ങളുമായി. മാത്രമല്ല, ഈ ദൃശ്യങ്ങളുടെ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസിന്. MS ലിഷോയ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ നമ്മൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. സംഭവം എങ്ങനെയാണ്, ഈ ആമ്പല്ലൂർ സ്വദേശി സിജോയെ എങ്ങനെയാണ് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞത്? CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ? തീർച്ചയായും. അതായത് ഈ ബാറിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പുതുക്കാട് സിഗ്നലിനോട് തൊട്ട് ചേർന്നുള്ള, ഹൈവേയോട് തൊട്ട് ചേർന്നുള്ള ബാറാണിത്. ഇവിടെ വെച്ച് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് ഈ ടച്ചിങ്സ്, ഈ സിജോ, ആമ്പല്ലൂർ സ്വദേശിയായ സിജോ മദ്യപിക്കാനായി എത്തുന്നു. കൗണ്ടറിലിരുന്നാണ് മദ്യപിച്ചിരുന്നത്. ആ കൗണ്ടറിലിരുന്ന് മദ്യപിച്ചിരുന്ന സമയത്ത് ഈ സിജോ ടച്ചിങ്സ് അധികം ചോദിച്ചു. അതായത് 1ഉം 2ഉം തവണ ടച്ചിങ്സ് ചോദിച്ചതിന് ശേഷം വീണ്ടും പലതവണ ടച്ചിങ്സ് ചോദിച്ചു. ഇതോടുകൂടി ബാർ ജീവനക്കാർ ഈ നൽകാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സിജോയുമായി തർക്കമുണ്ടാകുന്നത്. ആ സിജോ തർക്കമുണ്ടായ അപ്പോൾ തന്നെ ആ ഒരു സമയത്ത് തന്നെ വെല്ലുവിളി നടത്തിയാണ് ഇവിടെ നിന്ന് പോയത്. ഇതിന് പകരം പ്രതികാരം ചെയ്യും, ഇതെന്താണ് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവുക എന്ന് താൻ കാണിച്ചു തരാം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. അതിനുശേഷം വൈകുന്നേരം ബാർ അടച്ചതിന് ശേഷമാണ് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. ഇവിടെ വെച്ചാണ്, അതായത് ഇത് ബാറാണ്, ബാറിൻ്റെ ഈ ഗേറ്റാണ് ഇത്. ഈ ഗേറ്റിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് ഈ സംഭവം എല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇത് അതിനപ്പുറത്ത് ഹൈവേ ആണ്. ഈ കാണുന്ന ഈ ചായക്കടയിലേക്ക് ചായ കുടിക്കാനായാണ് സിജോ അല്ല, ഹേമചന്ദ്രൻ ബാർ ജീവനക്കാരനാണ്. ഈ ഹേമചന്ദ്രൻ നേരെ ഈ കടയിലേക്ക് 11:30 ചായ കുടിക്കാനായി എത്തിയതായിരുന്നു. ആ സമയത്ത് പുറത്തു നിന്നിരുന്ന ഈ സിജോയാണ് ഈ ഹേമചന്ദ്രനെ കഴുത്തിന് കുത്തി കൊലപ്പെടുത്തിയത്. ഈ സിജോയെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സിജോ പോലീസ് കസ്റ്റഡിയിലാണ്. ആ സമയത്തൊക്കെ തന്നെ വലിയൊരു ഭീകരാന്തരീക്ഷം തന്നെയായിരുന്നു ഇവിടെ സൃഷ്ടിച്ചിരുന്നത്. ഇദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാരനാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എന്താണ് ചേട്ടൻ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ പകല് ചെറിയൊരു കസവിസ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് അവൻ ഒരു തലയിലൊരു കെട്ടല്ല, ഒരു തുടി എന്തൊക്കെ കെട്ടിയിട്ടുണ്ട്. ആളപ്പം തിരിച്ചറിയില്ല. ആ കാര്യം ഞങ്ങൾക്ക് ഇത് കണ്ടതിന് ശേഷം തിരിച്ചറിയും. മുഖം മാത്രമേ താടിയും ഇല്ല കാണുന്നുള്ളൂ. മരിച്ച ആള് ചായ ഇവിടുന്ന് അടച്ചതിന് ശേഷം പോയി കുടിച്ചു കഴിഞ്ഞിട്ട് ക്വാർട്ടേഴ്സിൽ പോയി. അപ്പോൾ ആൾ ഇവിടെ വെള്ളക്കുപ്പി കൊണ്ടുപോയിട്ടുണ്ട്, അത് മറന്നുപോയി എടുക്കാൻ. അപ്പോൾ അത് എടുക്കാൻ വന്നതാണ് പ്രശ്നം. അപ്പോൾ ഒരു തർക്കം ഉണ്ടായില്ല എന്ന് ചായക്കടക്കാരൻ പറഞ്ഞവിടെ. ആള് വെള്ളക്കുപ്പി എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. അപ്പം പിന്നെ ഇക്കടെ വന്ന് മുമ്പിക്കടെ വന്ന് കുത്തിയ ആളെ കുത്തി. ഇപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഞങ്ങൾ സ്റ്റാഫാണല്ലോ. പിന്നെ അപ്പം ഞാൻ ഓടിച്ചെന്നപ്പോൾ ഒരാളങ്ങോട്ട് ഓടണം. അപ്പം എനിക്ക് മനസ്സിലാവാൻ തന്നെയാണ് ആ കെട്ടും പിന്നെ പകലത്തെ ആ മുഖത്തിൻ്റെ ഒരു ചെറിയ ചായയും കൂടി. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞില്ല അവനെന്നെ കുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഉച്ചിലത്തെ ആളാവുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആൾക്ക് എന്തെങ്കിലും കൊടുക്കാനൊന്നും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ആളവിടെ നിൽക്കണ്ടായിരുന്നു പറഞ്ഞു ഇടയ്ക്ക് വന്ന്. ഈ ഹേമേന്ദ്രൻ ആയിട്ട് നേരത്തെ ഈ സിജോ പ്രശ്നം ഉണ്ടായിരുന്നോ? ഈ സിജോനെ ആരും കണ്ടതായിട്ട് അറിയില്ല. ഇതിന് ഒരുപാട് ഇവിടെ അവിടെ കുറേ ആൾക്കാർ കുടിക്കാണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ ഇതെവിടുത്ത് ഞങ്ങളറിയില്ല എന്നാണ് പറയുന്നത്. അവർ അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ ഇപ്പം വീട് അധികമൊന്നുമല്ല. ടച്ചിങ്സിന്റെ പ്രശ്നം നടക്കുമ്പോൾ ഹേമേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞവർ. അവനായിട്ട് ബന്ധമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ആൾ ബാറിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. അവനെ ഡ്യൂട്ടി മാറാൻ നേരത്തെ ഏകദേശം സ്വല്പം നേരത്തെ വരും. അങ്ങനെയങ്ങ് വന്ന് നിന്നെങ്കിലുള്ളൂ. അത് പിന്നെ ഇവിടുത്തെ TV ഇല്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് സൈഡിൽ കാണണ്ട ആളെ ഡ്യൂട്ടിക്ക് കയറാറായി. ഈ ഒരു സംഭവമാണ്, അതായത് ഈ ബാറിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. ഇത് ഈ വിഷയമൊക്കെ തന്നെ നടക്കുന്നത് ഈ ഹൈവേയോട് തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. എന്തായാലും പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. പ്രതിയെ വിശദമായി ഏതായാലും പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു സിജോയെ എന്നത്. MS ലിഷോയാണ് വിശദവിവരങ്ങൾ നൽകിയത്.